ഇന്ന് നമ്മുടെ കിണറ്റിൽ മഴയും ഉറവയും ഒന്നിച്ചാണ് വന്നത് ഗൈസ്. ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഓരോ കുഴി വീതം വെച്ച് കുഴിച്ച് കിണറുവാണ്. എന്നാൽ 23ാമത്തെ ദിവസമാണ് ഇന്നലെ നമ്മൾ ലീവായിരുന്നു. ഇന്നലെ റെസ്റ്റാണെങ്കിൽ ഇന്ന് നമ്മൾ അതികഠിനമായിട്ട് തന്നെയാണ് കുഴി തുടങ്ങിയിരിക്കുന്നത്. എല്ലാ പാറകളും തവിട്ട് പൊട്ടിയാക്കിയ പാറകളുടെ പൊടികൾക്കിടയിൽ നിന്ന് ലഭിച്ച മണ്ണ് നമ്മൾ പൊക്കിയെടുത്തു. സ്പൂണിൽ കഞ്ഞിക്കലത്തിലെ കഞ്ഞി വെന്തതുപോലെ ഉണ്ടായിരുന്നത് കണ്ടിട്ട് തന്നെ തിന്നാൻ തോന്നി. കുറെ കറുത്ത കളറുള്ള കല്ലുകൾ കിട്ടി. പക്ഷെ ഇത് പൊടിയുന്നുണ്ടായിരുന്നു. കൽക്കരി ആണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതെയില്ല. സംശയം തീർക്കാൻ ഞാനൊന്ന് നക്കി നോക്കി. പക്ഷെ എനിക്ക് കൽക്കരിയുടെ ടേസ്റ്റ് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് തിരിച്ച് താഴത്തോട്ടിട്ടു. സദ്യക്ക് ചോറ് കോരുന്നത് പോലെ ഞാൻ മണ്ണെല്ലാം ചട്ടിയിൽ തട്ടി കയറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണിലെ വെള്ളത്തിന്റെ അതിശക്തമായ സാന്നിധ്യമുണ്ട്. ഉടനെ തന്നെ നമ്മൾ വെള്ളം കാണുമെന്നതിന്റെ ശുഭസൂചനയാണിത്. എത്ര ആറ്റി ഒളിച്ചു വിട്ടാലും നാണം കെട്ട് വീണ്ടും കയറി വരുന്ന ഈ പാറകൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു ശല്യം. പാറമടയിൽ പോലും ഇത്രയും വെറൈറ്റി പാറകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. കരിങ്കല്ല്, വെട്ടുകല്ല്, അങ്ങനെ എന്തൊക്കെയാണോ ഉൾക്കേള പാറ വരെ ഇതിനകത്തുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഫോണും ഞാനും ഒന്നിച്ചു കറങ്ങി എന്റെ തലയും കറങ്ങി. ഇന്ന് വേർത്ത് കുളിച്ച് പണി നിർത്തി ഗൈസ്. കിണറ്റിലെ പാറ അലുത്തു പോകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു. മഴ വന്ന് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, ഓളോസ് കൂടുന്തോറും കിണറ്റിന് ആഴവും കൂടും. അപ്പോൾ ഓക്കെ ബൈ.